ഇതുപോലെ ലോകത്തെവിടെയും ഈ റേഷ്യോവിൽ ഈ ജനത 3 സാർവദേശീയ മതങ്ങൾ പ്രത്യേകിച്ച് ഉള്ള നാട് ലോകത്തില്ല. അപ്പോൾ അത് വളരെ ഗൗരവത്തോടുകൂടി ജാഗ്രതയോടുകൂടി തന്നെ നമുക്ക് ഇനിയും ഭാവി ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പര്യാപ്തമായ തലത്തിലേക്ക് അതിനെ നിലനിർത്തണം. തെളിനീരൊഴുകുന്ന നദികളുടെ നാടാണ് കേരളം. 44 നദികൾ. ആ കേരളത്തിലെ തെളിനീരിൻ്റെ മേലെ വിഷം ചീറ്റുന്ന വർഗീയത, ഭൂരിപക്ഷ വർഗീയത, RSS ഉൾപ്പെടെ സംഘപരിവാർ വിഭാഗം, മറുഭാഗത്ത് അതിനെ തടയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വർഗീയ ശക്തികൾ, ന്യൂനപക്ഷ വർഗീയ ശക്തികൾ, ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെ, അതിൻ്റെ അപ്പുറത്ത് കാസ, ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞിട്ട് ഈ വർഗീയ ശക്തികളെല്ലാം കേരളത്തിൽ അതിശക്തമത്തായ രീതിയിലുള്ള പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന കാലം. മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും തകർത്ത് ഈ കേരളത്തെ ഇല്ലായ്മ ചെയ്യാൻ, ഈ കേരളത്തിൻ്റെ മഹത് പാരമ്പര്യങ്ങൾ ഇല്ലാതാക്കാൻ ഈ വർഗീയ ശക്തികൾ അവരുടെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, അതുപോലെ തന്നെ അതിൻ്റെ പണം, സമ്പത്ത് എല്ലാം ഉപയോഗിച്ച് വലിയ രീതിയിൽ കേരളത്തെ ഛിന്ന ഭിന്നമാക്കാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിരോധിക്കണം. ഞങ്ങൾ ഈ ജാഥയിൽ ഉന്നയിക്കുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. ഈ കേരളത്തെ നിലനിർത്തണം. ഈ കേരളത്തിൻ്റെ സത്പാരമ്പര്യങ്ങൾ പിൻപറ്റണം. ലോകത്ത് തന്നെ ഈ കേരളം പോലെ ഈ രീതിയിൽ വിന്യസിപ്പിക്കപ്പെട്ട സാർവദേശീയ മത സംവിധാനത്തിൻ്റെ ഭാഗമായ ഒരു ജനത വേറെ എവിടെയും ഭൂമുഖത്തിൽ എവിടെയും ജീവിക്കുന്നില്ല. ഏതാണ്ട് 48% വരുന്ന മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗം ന്യൂനപക്ഷം, ഒരു 50-52% വരുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹിന്ദു ജനവിഭാഗം, അതിൽ തന്നെ വിവിധ വിഭാഗങ്ങളാണ്. ഇതുപോലെ ലോകത്തെവിടെയും ഈ റേഷ്യോവിൽ ഈ ജനത 3 സാർവദേശീയ മതങ്ങൾ പ്രത്യേകിച്ച് ഉള്ള നാട് ലോകത്തില്ല. അപ്പോൾ അത് വളരെ ഗൗരവത്തോടുകൂടി ജാഗ്രതയോടുകൂടി തന്നെ നമുക്ക് ഇനിയും ഭാവി ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പര്യാപ്തമായ തലത്തിലേക്ക് അതിനെ നിലനിർത്തണം.